ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ മുന്തിരിത്തോട്ടം കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്യാബേജിൻ്റെ പാടമാണ് കേട്ടോ. ഇത് മുട്ടക്കൂസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ തോരൻ വെക്കാനൊക്കെ എടുക്കുന്ന ആ മുട്ടക്കൂസിൻ്റെ പാടമാണിത്. ഇതിപ്പോൾ തമിഴ്നാട്ടിലാണ് കേട്ടോ. കമ്പം, തേനി ആ റൂട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ ഞങ്ങൾ ക്യാബേജിൻ്റെ പാടത്തിലെത്തി. ആദ്യത്തെ കുറച്ച് പോർഷൻ കണ്ടാൽ മനസ്സിലാവും പാടത്തിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ മുട്ടകൂസുകൾ അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ടുണ്ട് അവർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിപ്പം എത്താത്തതൊക്കെ അവരവിടെ വിട്ടിട്ട് പോവുകയാണ് ചെയ്യാറ്. ഇതൊക്കെ ഇനി പെറുക്കി കൂട്ടി മാട് വളർത്തുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, പശു, എരുമ അങ്ങനെയൊക്കെ വളർത്തുന്ന ആൾക്കാർ കൊണ്ടുപോകാറാണ് ചെയ്യാറ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ മുട്ടക്കോസാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെയാണ് ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാബേജ് നടുന്നത് അതിൻ്റെ വിത്ത് ഇട്ടിട്ടാണ് കേട്ടോ. വിത്തിട്ടിട്ടാണ് ക്യാബേജ് മുളപ്പിച്ചെടുക്കാറ്. നമ്മുടെ വീട്ടിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത്രയും സൈസായിട്ട് വരാറില്ല. ഇതേ കണ്ടോ, ഇതാണ് ക്യാബേജിൻ്റെ പാടം. ശരിക്കും വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് ഈ ലോഡാക്കി കൊണ്ടുപോയി പല മാർക്കറ്റുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ വെട്ടിയെടുക്കുമ്പം ഈ ഇലയെല്ലാം ഇതുപോലെ തന്നെ ആണ് വെട്ടിയെടുക്കാറ്. ഇങ്ങനെ തന്നെയാണ് പാക്ക് ചെയ്യുന്നതും, അതായത് ചാക്കിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതും. പാക്കിംഗ് എന്ന് വെച്ചാൽ ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടുന്നതിനാട്ടോ ഞാൻ പാക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സൈഡിൽ പാക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് വരുന്നതെല്ലാം വേറെ 2-3 പേരിൽ നിന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരിവിടെ ഓരോ റോ ആയിട്ട് അല്ലെങ്കിൽ ഓരോ വരിയായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ പാടത്തെ ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ്. പാടത്ത് നമ്മൾ നെല്ല് കൃഷി ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, വരിയായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന പോലെ തന്നെയാണ് ഇതും. ഈ ക്യാബേജൊക്കെ ഇങ്ങനെ നമ്മൾ ഇലയോടുകൂടി ഇങ്ങനെ സൂക്ഷിച്ച് കഴിയുമ്പോൾ അത് കുറേ നാൾ കേടാകാതിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇല പൊളിച്ച് മാറ്റാതെ അവർ അതുപോലെ തന്നെ കമഴ്ത്തി വെക്കുന്നത്. ഇല ഇത്ര നാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, അത്രയും നാൾ ഉള്ളിലുള്ള ക്യാബേജ് കേടാകത്തില്ല. അപ്പോൾ പാക്ക് ചെയ്ത് അവർ കയറ്റി അയക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കാറുള്ളത്, ഒരുപാട് നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ പാക്കിംഗ് നടക്കുന്നത് കണ്ടോ. ഈ വയർഡായിട്ടുള്ള ചാക്കിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് കേട്ടോ, അതുപോലെ തന്നെയാണ് എടുത്ത് വെക്കുന്നത്. ഇലയൊന്നും പിച്ച് കളയാറില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് ഓരോ സ്ഥലം എത്തുമ്പോഴും അതിൻ്റെ ഇലകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതേ കണ്ടോ ചാക്കിനകത്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും അവർ അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ പുറം കവറായിട്ടുള്ള ആ ഇലകൾ ഓരോന്നായിട്ട് പോയിട്ടുണ്ടാവും. അവസാനം നമ്മളവിടെ എത്തുമ്പോൾ ഒരു 3-4 ലെയർ കളഞ്ഞിട്ട് നമ്മൾ എടുക്കാറാണ് പതിവ്. ഈ പാടത്തിൽ ബാക്കി വരുന്നത് മൊത്തം ഇനി കഴിക്കുന്നത് പശുക്കളും എരുമയൊക്കെയാണ് കേട്ടോ. സാനിറ്റൈസർ എൻ്റെ ബാഗിലായതുകൊണ്ട് ഹസ്ബൻഡ് ബാഗും തൂക്കിയിട്ട് നടക്കുകയാണ്. സാനിറ്റൈസർ എടുക്കാൻ വാങ്ങിയതാണ്. അത് ബാഗ് തൂക്കിയിട്ട് തന്നെ പോയി ക്യാബേജ് എടുത്തിട്ട് വരികയാണ്. ഞങ്ങൾ അതിൽ ക്യാബേജ് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്യാബേജ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് കരുതുന്നു. ഈ ക്യാബേജിൻ്റെ പാടം കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ എടുക്കാൻ നല്ല പ്രൊഫഷണലായിട്ട് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഇങ്ങനെ എടുക്കാനേ പറ്റുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത് കേട്ടോ. ശരിക്കും വീഡിയോ കാണിക്കണം എന്ന് വിചാരിച്ചതല്ല, പിന്നെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഇന്നലെ കാണിച്ച മുന്തിരിപ്പാടം ഞാൻ പർപ്പസ്ഫുള്ളി പോയി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. ക്യാബേജ് പാടം കാണിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നേരത്തെ എടുത്ത ആ ഒരു ക്യാബേജിൻ്റെ വാല് കട്ട് ചെയ്ത് ഭംഗിയാക്കുകയാണ് കേട്ടോ അവന്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന്. താങ്ക് യു.